പാർട്ടിക്കുള്ളിലെ ഒറ്റുകാർക്കെതിരെ നടപടി വേണമെന്ന് കെ മുരളീധരൻ. പാർട്ടിക്കുള്ളിൽ പറഞ്ഞതും പറയാത്തതുമായ കാര്യങ്ങൾ പുറത്തുവരുന്നു. ഇതിനെതിരെ അന്വേഷണം വേണമെന്നും മുരളീധരൻ പറഞ്ഞു. ഇപ്പോൾ ഒരു കാര്യം പാർട്ടി നേതൃത്വം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പാർട്ടിക്കകത്ത് ഇപ്പം ഞാനൊക്കെ എന്തെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോൾ പലരും പറയാറുള്ളത് പാർട്ടി വേദികളിൽ പറയണമെന്നാണ്. ഇപ്പോൾ പാർട്ടി വേദികളിൽ പറയുന്നതും പറയാത്തതും വാർത്തകളായിട്ട് വരുന്നു. അതൊന്ന് അന്വേഷിക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ കഴിഞ്ഞ സുൽത്താൻ ബത്തേരി ക്യാമ്പിൽ ഞാൻ പങ്കെടുത്തില്ല, പക്ഷേ എന്നെക്കുറിച്ച് വിമർശനങ്ങൾ ഉണ്ടായി എന്നുള്ള രീതിയിൽ ഒരേ പാറ്റേണുള്ള വാർത്തകൾ വന്നു. അത് അന്വേഷിക്കേണ്ടല്ലേ, കാരണം അങ്ങനെ ചർച്ചയുണ്ടായിട്ടില്ല. സാധാരണ വരുന്ന ചർച്ചകളൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അതിൻ്റെ കൂടെ അല്പം പൊടിപ്പും തോന്നലൊക്കെ ഉണ്ടാവും. മറ്റേ ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ കുറച്ച് ഉപ്പും മുളകൊക്കെ കൂടുതൽ ചേർക്കുന്ന പോലെ. പക്ഷേ പാചകമേ നടക്കാത്തതിനെക്കുറിച്ച് ഇന്ന രീതിയിൽ പാചകം നടന്നു എന്നുള്ള വാർത്തകളൊക്കെ വരുന്നത് പാർട്ടിയുടെ ഒരു എന്താ പറയണ്ടേ കെട്ടുറപ്പിന് ഒരിക്കലും അത് സഹായിക്കില്ല. ആര് നടത്തിയാലും ശരിയല്ല. പാർട്ടിക്കകത്ത് പറയുന്ന കാര്യങ്ങൾ പുറത്ത് പറയുന്ന എല്ലാവരും ജനം കാണുന്നതാണ്. അങ്ങനെ ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നടപടിയെടുക്കേണ്ടത് KPC ആണ്, നേതൃത്വം. ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് പാർട്ടിക്ക് ഗുണകരമല്ല. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി മേഘമാധവൻ കോഴിക്കോട് നിന്ന് ചേരുന്നു. മേഘ, കഴിഞ്ഞ ദിവസം ഓൺലൈനായി ചേർന്ന KPCC യോഗത്തിൽ വളരെ രൂക്ഷമായ വിമർശനങ്ങളാണ് പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ ഉയർന്നത്. സംഘടനയെ മറികടന്നുകൊണ്ട് സംഘടനയ്ക്ക് മുകളിൽ VD സതീശൻ കളിക്കുന്നു എന്നാണ് പഴകുളം മധു അടക്കമുള്ള നേതാക്കൾ ഓൺലൈൻ യോഗത്തിൽ വിമർശനം ഉന്നയിക്കുകയും ചെയ്തത്. KPCC ഭാരവാഹികൾ KPCC പ്രസിഡന്റിനെ അടക്കം ഒഴിവാക്കി VD സതീശൻ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി അതിലൂടെ കാര്യങ്ങൾ സംഘടനയ്ക്ക് പുറത്തു നിന്നുള്ള കാര്യങ്ങൾ അറിയിക്കുകയും മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുക്കുകയും ചെയ്യുന്നൊരു ആക്ഷേപമാണ് കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിൽ നേതാക്കൾ ഉന്നയിക്കുകയും ചെയ്തത്. VD സതീശൻ K സുധാകരനെയും മറികടന്നുകൊണ്ട് സംഘടനയെയും മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ള വലിയ വിമർശനം ഉയരുന്നു. ഈ സാഹചര്യത്തിലായിരിക്കണമല്ലോ മുരളീധരൻ ഇന്ന് ഈ പാർട്ടിക്കുള്ളിൽ പറഞ്ഞതും പറയാത്തതുമെല്ലാം പുറത്തു വരുന്നു എന്ന രീതിയിൽ വിമർശനം ഉന്നയിച്ചത്. സിജു, മുരളീധരന്റെ പ്രതികരണം കൃത്യമാണ്. അതായത് പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര കാര്യങ്ങൾ പുറത്ത് ചോർത്തി വാർത്തയാക്കുന്നതിന് പിന്നിൽ VD സതീശനാണ് എന്നൊരു പരാതി നിലനിൽക്കുമ്പോൾ തന്നെ കൃത്യമായി VD സതീശനെ തറയ്ക്കുന്ന രീതിയിൽ തന്നെയാണ് മുരളീധരന്റെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. മുരളീധരൻ പറയുന്നത് പാർട്ടിക്കുള്ളിൽ പറഞ്ഞതും പറയാത്തതും വാർത്തയായി വരുന്നു. അത് കൃത്യമായി അന്വേഷണം നടത്തണം. പാർട്ടിയുടെ കെട്ടുറപ്പിനെ ബാധിക്കും. അതുകൊണ്ട് അത് ഗൗരവമുള്ള വിഷയമായി തന്നെ കാണണം എന്ന് മുരളീധരൻ പറയുന്നു. ഒറ്റുകാരുടെ റോളിൽ ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നടപടി വേണം എന്നതാണ് മുരളീധരൻ പറഞ്ഞു വെക്കുന്നത്. സുൽത്താൻ ബത്തേരിയിൽ ഉണ്ടായ ക്യാമ്പിൽ പോലും തനിക്കെതിരെ ഇല്ലാത്ത വാർത്തകൾ പടച്ചുണ്ടാക്കി, തനിക്കെതിരെ വിമർശനം ഉണ്ടായി എന്ന തരത്തിൽ വാർത്തകൾ പുറത്തു വന്നു. എല്ലാം ഒരേ രീതിയിലുള്ള വാർത്തകളാണ്. അതിനു പിന്നിൽ ആരെങ്കിലും ഉണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പാർട്ടി അന്വേഷിക്കേണ്ടത് എന്നതാണ് മുരളീധരൻ പറഞ്ഞു വെക്കുന്നത്. തനിക്കെതിരെ ഒരു ചർച്ച പോലും നടന്നില്ല ആ യോഗത്തിൽ എന്ന് മുരളീധരൻ പറയുന്നു. നടക്കാത്ത കാര്യങ്ങൾ പോലും പല രീതിയിൽ വാർത്തയാക്കി പുറത്തു വരുന്നു. അതിനെതിരെ അന്വേഷണം വേണമെന്നതാണ് മുരളീധരൻ പറഞ്ഞു വെക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്നത് ഈ മറ്റ് ജില്ലാ പ്രസിഡന്റുമാരെ പോലും അറിയിക്കാതെ പല കാര്യങ്ങളും VD സതീശൻ എന്ന് പറയുന്നു. സൂപ്പർ KPCC പ്രസിഡന്റായി ഈ മുരളീധരൻ VD സതീശൻ പ്രവർത്തിക്കുന്നുണ്ട് എന്നൊരു ആരോപണം നിലനിൽക്കുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ അതെല്ലാം പാർട്ടി അന്വേഷിക്കണമെന്ന മറുപടിയാണ് മുരളീധരൻ നൽകുന്നത്. പാർട്ടിയുടെ കെട്ടുറപ്പിന് അത് സാരമായി ബാധിക്കും എന്നും മുരളീധരൻ പറഞ്ഞു വെക്കുന്നു. മേഘ, ഇതിനകത്ത് ഇന്നലെ ഈ KPCC അടിയന്തരമായി ഓൺലൈൻ യോഗം ചേരുന്നതിന്റെ സാഹചര്യം തന്നെ സതീശൻ തന്നെയായിരുന്നു. സതീശൻ സംഘടനയെ അറിയിക്കാതെ സർക്കുലർ ഇറക്കി. അത് തികച്ചും തെറ്റാണ്. അങ്ങനെ ഇറക്കാനുള്ള അധികാരം സതീശനില്ല. KPCC അധ്യക്ഷനുള്ളപ്പോൾ എന്തിന് സതീശൻ ഇത്തരത്തിൽ സർക്കുലർ ഇറക്കുന്നു എന്നുള്ള ചോദ്യമാണ് എല്ലാ നേതാക്കളും. KPCCയുടെ പല ജനറൽ സെക്രട്ടറിമാർ ഈ വിഷയം ഉന്നയിക്കുകയും ചെയ്തു. ഉന്നം സതീശൻ തന്നെയാണ് മുരളീധരൻ്റെയും. തീർച്ചയായും, അതായത് ഈ കൃത്യമായി വാർത്ത പടച്ചുണ്ടാക്കുന്നതിന് പിന്നിൽ VD സതീശനാണ് എന്ന് പറയാതെ പറഞ്ഞു വെക്കുകയാണ് മുരളീധരൻ. കാരണം മുരളീധരൻ പറയുന്നുണ്ട് പാർട്ടിക്കുള്ളിൽ നടന്ന ചർച്ചകൾ പുറത്തു വന്നിട്ടുണ്ട്, നടക്കാത്തതും വന്നിട്ടുണ്ട്. അതിനർത്ഥം ഇതിനുള്ളിൽ തന്നെയുള്ള ആരോ വാർത്തകൾ ചോർത്തി നൽകുന്നുണ്ട് എന്നതാണ്. പ്രതിപക്ഷ നേതാവിന്റെ പേഴ്സണൽ സെക്രട്ടറി അഡ്മിനായ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നുണ്ട് എന്നൊരു ആരോപണം നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. അതുൾപ്പെടെയുള്ളവ ചൂണ്ടിക്കാണിച്ചപ്പോൾ എല്ലാം അന്വേഷണ വിധേയമായി
വ്യക്തമാക്കണം എന്ന മറുപടിയാണ് മുരളീധരൻ നൽകുന്നത്. തനിക്ക് ഏതായാലും ഒരു സർക്കുലറും നിലവിൽ കിട്ടിയിട്ടില്ല എന്ന് മുരളീധരൻ പറയുന്നുണ്ട്. പക്ഷേ ശരി, മേഘയാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. മുരളീധരനും സതീശന്റെ നിലപാടുകൾക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. പാർട്ടിക്കുള്ളിൽ പറഞ്ഞതും പറയാത്തതുമായ കാര്യങ്ങൾ എങ്ങനെ വാർത്തകൾ പുറത്തു വരുന്നു എന്നുള്ള പരിശോധിക്കണമെന്നാണ് മുരളീധരൻ പറയുന്നത്.